മാത്രം എടുത്ത് പരിശോധിക്കാം. ശിവമഹാപുരാണത്തിലെ 9ാമത്തെ സംഹിതയായ കോടിരുദ്ര സംഹിതയിലെ 12ാം അധ്യായത്തിലാണ് ലിംഗാരാധനയുടെ കാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലിംഗം ച പൂജ്യതേ ലോകേ തത്വയാ കഥിതം ചയത് തത്തഥൈവ ന ചാന്യദ്വാ കാരണം വിദ്യതേ ത്വിഹ. പല ശിവലിംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ശിവലിംഗാരാധനയുടെ കാരണത്തെക്കുറിച്ചും പറഞ്ഞു തന്നാൽ എന്ന് ഋഷിമാർ സൂത മഹർഷിയോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ സൂത മഹർഷി പറയുന്നതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ. അല്ലയോ ഋഷിമാരെ, ഞാൻ പണ്ട് വ്യാസമഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. ദാരുനാമ വനം ശ്രേഷ്ഠം തത്രാസൻ ഋഷി സത്തമ ശിവഭക്ത സദാ നിത്യം ശിവധ്യാന പരായണ. പണ്ട് ദാരുവനം എന്നൊരു ശ്രേഷ്ഠ വനമുണ്ടായിരുന്നു. ആ വനത്തിൽ ധാരാളം ശിവഭക്തന്മാരായ ഋഷിമാർ താമസിച്ചിരുന്നു എന്ന് മാത്രമാണ് ഈ 2 ശ്ലോകങ്ങളുടെ ചുരുക്കിയുള്ള അർത്ഥം. തേ കഥാചിത്വേന യാതാ സമിധാഹരണായ ച സർവേ ദ്വിജർഷഭ ശൈവ ശിവധ്യാന പരായണ. അതിൻ്റെ അർത്ഥം ഇപ്രകാരം വേണമെങ്കിൽ പറയാം. ഒരിക്കൽ ശിവഭക്തന്മാരായ ആ ഋഷിമാർ യാഗത്തിനാവശ്യമായ സമിധ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി. യാഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് സമിധ. ഏതസ്മിൻ അന്തരേ സാക്ഷാൽ ശങ്കരോ നീലലോഹിത വിരൂപം ച സമാസ്ഥായ പരീക്ഷാർത്ഥം സമാഗത. ഇവിടെ മുതലാണ് നമ്മുടെ കഥയുടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ശിവഭക്തന്മാരായ ഋഷിമാരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ശിവന് തോന്നുന്നു അത്രേ. പരീക്ഷിക്കാൻ എന്താണ് ചെയ്യുക? അദ്ദേഹം ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മൂക്കത്ത് വിരൽ പോലും വെപ്പിക്കുന്നത്. സാക്ഷാൽ ശങ്കരോ നീലലോഹിത വിരൂപം ച സമാസ്ഥായ പരീക്ഷാർത്ഥം സമാഗത. ഈ തക്കം നോക്കി, അതായത് മുനിമാർ സമിധ ശേഖരിക്കുവാൻ കാട്ടിലേക്ക് പോയ തക്കം നോക്കി സാക്ഷാൽ നീലലോഹിതനായ പരമശിവൻ മറ്റൊരു രൂപം ധരിച്ച് വിരൂപം അവരെ പരീക്ഷിക്കുവാൻ ആ ഋഷിമാരുടെ ആശ്രമത്തിൽ വന്നു. പരീക്ഷാർത്ഥം സമാഗത. അടുത്ത ശ്ലോകമാണ് നമ്മളെ ലജ്ജിപ്പിക്കുന്നത്. കാരണം ശിവൻ എങ്ങനെയാണ് വന്നത് എന്നും ആ ആശ്രമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്ത് വൃത്തികേടൊക്കെയാണ് ശിവൻ ചെയ്തതെന്നും അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ദിഗംബരോധി തേജസ്വി ഭൂതിഭൂഷണ ഭൂഷിത സ ചേഷ്ടാം അകരോദ്ദുഷ്ടാം ഹസ്തേ ലിംഗം വിധാരയൻ. ഇതിന്റെ പദാനുപദ അർത്ഥം തന്നെ ചാർവാകൻ പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാനാണ്. അതിതേജസ്വി, അതിതേജസ്സുള്ളവനും, ഭൂതിഭൂഷണ ഭൂഷിത ഭസ്മം മുഴുവൻ ദേഹത്ത് പൂശിയവനും, അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും, ദിഗംബരഹ, ശ്രദ്ധിക്കുക, ഒരു വസ്ത്രവും ധരിക്കാതെ എന്നർത്ഥം, നൂൽ ബന്ധമില്ലാതെ, തുണിയില്ലാതെ സഹ ആ ശിവൻ എന്ത് ചെയ്തു? ഹസ്തേ ലിംഗം വിധാരയൻ, തുണിയില്ലാതെ ആശ്രമത്തിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട്, അതും ആശ്രമത്തിൽ മുനിമാരില്ലാത്ത സമയത്ത്, മുനിമാരുടെ ഭാര്യമാർ മാത്രമുള്ള സമയത്ത് ആശ്രമത്തിന്റെ മുന്നിൽ വന്ന് തുണിയില്ലാതെ നിന്ന് തൻ്റെ ലിംഗം വിധാരയൻ, തൻ്റെ ലിംഗം കൈകൊണ്ടെടുത്ത് പിടിച്ച് ദുഷ്ടാം ചേഷ്ടാമകരോത്, വൃത്തികെട്ട ആംഗ്യങ്ങൾ ലിംഗം കൊണ്ട് കാണിക്കുവാൻ തുടങ്ങി. ലിംഗം കയ്യിലെടുത്ത് പുരുഷൻ കാണിക്കുന്ന ആംഗ്യം എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ബസ് സ്റ്റോപ്പുകളിൽ നിന്നിട്ട് ചില ഞരമ്പന്മാർ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവരുടെ ലിംഗപ്രദർശനം നടത്തുന്ന സമയത്ത് പോലീസ് പൊക്കുന്ന വിവരങ്ങൾ നാം പത്രങ്ങളിൽ വായിക്കാറുള്ളതാണ്. ശിവനെ പൊക്കാൻ അന്ന് പോലീസ് ഇല്ലാത്തതിനാൽ ശിവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം. എന്തായാലും തൻ്റെ ഭക്തന്മാരുടെ ഭാര്യമാരുടെ മുന്നിൽ ചെന്നിട്ട് ശിവൻ സ്വയംഭോഗം ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആധുനികമായ ഇക്കാലത്താണ് ഒരാൾ ഇങ്ങനെ വൈകൃതം കാണിക്കുന്നതെങ്കിൽ, ലൈംഗിക വൈകൃതം കാണിക്കുന്നതെങ്കിൽ, ഏതൊരു സ്ത്രീയും ഞെട്ടലോടെ മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എന്നാൽ സനാതനധർമ്മം വിളങ്ങി വിളയാടുന്ന ആ
ആ ആശ്രമത്തിലെ ഋഷിമാരുടെ ഭാര്യമാരിൽ ചിലർ ഞെട്ടിപ്പോയെങ്കിലും സുന്ദരനായ ആ യുവാവ് വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ അവന്റെ അടുത്തേക്ക് കാമപരവശരായി ഓടിയെടുത്തു. നോക്കുക, തം ദൃഷ്ട്വാ ഋഷിപജ്ഞാസ്ഥ പരം ത്രാസമുപാഗത വിഹ്വല വിസ്മിതാശാന്യ സമാജഗ്നുസ്തഥാ പുന. തം ദൃഷ്ടുവ, അവനെ കണ്ടിട്ട്, അതായത് തങ്ങളുടെ മുന്നിൽ തുണിയില്ലാതെ നിന്ന് തൻ്റെ ലിംഗം കയ്യിൽ പിടിച്ച് സ്വയംഭോഗം ചെയ്യുന്ന ആ യുവ സന്യാസിയെ കണ്ടിട്ട്, താഹ ഋഷിപജ്ഞ, ആ ഋഷിമാരുടെ സുന്ദരികളായ ചില ഭാര്യമാർ, പരം ത്രാസം ഉപാഗതാഹ, വളരെ ഭയപ്പെട്ടവരായി തീർന്നു. തഥാ അന്യാഹ, എന്നാൽ മറ്റു ചില ഭാര്യമാരാകട്ടെ, ബിഹ്വലാഹ വിസ്മിതാഹ ച, അല്പം അമ്പരന്ന് നിന്നിട്ട്, അത്ഭുതത്തോടെ നിന്നിട്ട്, പുനഃ വീണ്ടും തം സമാജഗ്മുഹു, ആ യുവാവിൻ്റെ അടുത്തേക്ക് കാമത്തോടെ ഓടിച്ചെന്നു. എന്നിട്ട് ആ പൂർണ്ണ നഗ്നനായ യുവാവിനെ സ്വന്തമാക്കാൻ, അവനുമായി സംഭോഗം ചെയ്യാൻ അവർ തമ്മിൽ മത്സരിക്കുന്ന രംഗമാണ് അടുത്തതായി നാം കാണുന്നത്. ആലിലിംഗസ്തഥാചാന്യ കരം ധൃത്വാ തഥാപര പരസ്പരം തു സംഘർഷാത് സന്മഗ്നാസ്ഥ സ്ത്രീയസ്തഥാ. തഥാ, അപ്പോൾ, അന്യാഹ സ്ത്രീയ, ചില സ്ത്രീകൾ, തം ആലിലിംഗ, ആ യുവാവിനെ പോയി പ്രണയത്തോടെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. തഥാ അപരാഹ സ്ത്രീയ, വേറെ ചില മുനിമാരുടെ ഭാര്യമാർ, തസ്യ കരം ധൃത്വ, അവന്റെ കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങി. പരസ്പരം സംഘർഷാത് സമഗ്നാഹ, അങ്ങനെ ആ യുവാവിനെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ അവർ തമ്മിൽ തല്ലായി മാറി, അടിയായി മാറി എന്നർത്ഥം. ഈ രംഗം കണ്ടുകൊണ്ടാണ് കാട്ടിൽ സമിധ പെറുക്കാൻ പോയ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ, ഋഷിമാർ കടന്നു വരുന്നത്. ഒരു നഗ്നനായ യുവാവിൻ്റെ അവയവങ്ങളെ പിടിച്ചു വലിച്ച് കാമദാഹത്തോടെ നിൽക്കുന്ന ഭാര്യമാരെ കണ്ടപ്പോൾ അവർ അത്യന്തം കോപിഷ്ഠരാകുന്നു. ഇതിന് കാരണക്കാരനായ ആ യുവാവിനെ ശപിക്കുന്നു. എന്തിനു വേണ്ടിയാണോ തങ്ങളുടെ ഭാര്യമാർ കടിപിടി കൂടുന്നത്, ആ സാധനം തന്നെ, അതായത് ആ യുവാവിൻ്റെ ജനനേന്ദ്രിയം അഥവാ ലിംഗം തന്നെ വേർപെട്ട് താഴെ വീണു പോകട്ടെ എന്ന് അലറിക്കൊണ്ട് അവർ ശപിച്ചു. നോക്കുക, ത്വയാ വിരുദ്ധം ക്രിയതേ വേദ മാർഗവിലോപീയത് തതസ്ത്വദീയം തല്ലിംഗം പതതാം പൃഥ്വീതലേ. വേദമാർഗവിലോപി വിരുദ്ധം, വേദത്തിൽ വിധിച്ചിട്ടുള്ളതിന് വിരുദ്ധമായിട്ടുള്ള യത്, യാതൊരു കർമ്മം, ത്വയാ ക്രിയതേ, നീ ചെയ്തുവോ, തതഃ, ആ കാരണത്താൽ തന്നെ, ത്വദീയം തല്ലിംഗം, നിന്റെ ആ ജനനേന്ദ്രിയം അഥവാ നിന്റെ ലിംഗം, പൃഥ്വീതലേ പതതാം, മണ്ണിൽ അടർന്ന് കണ്ടിച്ച് വീണുപോട്ടെ. മുനിമാരാണല്ലോ, സാധനം ശിവന്റേതാണെങ്കിലും അടർന്നു വീണല്ലേ പറ്റൂ, അത് പൊട്ടി താഴെ വീഴുക തന്നെ ചെയ്തു. നോക്കുക, ഇത്യുക്തേതു തഥാ തൈശ ലിംഗം ച പതിതം ക്ഷണാത് അവധൂതസ്യ തസ്യാശു ശിവസ്യാത്ഭുതരൂപിണ. തൈഹി ഇത്യുക്തേതു തഥാ, ആ മുനിമാർ അപ്രകാരം ശപിച്ചപ്പോൾ തന്നെ, തസ്യ അത്ഭുതരൂപിണ, അത്ഭുതരൂപം ധരിച്ച ആ അവധൂതസ്യ ശിവസ്യ, സന്യാസിയായ ശിവന്റെ ലിംഗം അഥവാ ജനനേന്ദ്രിയം ക്ഷണാത് പതിതം, പെട്ടെന്ന് തന്നെ താഴെ വീണു. ലിംഗം താഴെ വീണ ഉടൻ ശിവൻ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. സാധനം ശിവന്റേതാണ്, നിസാരമായിരിക്കില്ല. അത് താഴെ വീണതോടെ അതിൻ്റെ